മഞ്ഞക്കടമ്പൻ സജീവമല്ലായിരുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലായിരുന്നു. മഞ്ഞക്കടമ്പനെ മാറ്റണമെന്നുള്ള ഡിമാൻഡ് ശ്രീ മോൻസ് ജോസഫ് വയ്ക്കുമെന്ന് കൃത്യമായി വിവരം എനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അതിന് മുമ്പേ ഞാൻ എൻ്റെ ജീവനം കൊണ്ട് ഓടിയത്. അല്ലെങ്കിൽ പി ജോസഫിനോട് പറയുന്നത് മാറ്റണമെന്ന് പറയും, അങ്ങനെ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിനെ വിശ്വസിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഇടപെടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പലവട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞാൻ രാജിവെക്കുന്നതിന് 10 ദിവസം പോയി പറയും, ഇനി ഞാൻ സാറിൻ്റെ അടുത്ത് വരുന്നില്ല, പരാതി പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇങ്ങനെ എല്ലാം കേൾക്കും, പക്ഷേ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സ്വഭാവം അദ്ദേഹത്തിൽ എന്താണോ മോൻസ് ജോസഫിന് അതിന് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞാൻ പ്രിയപ്പെട്ട മോൻസ് ജോസഫിനെയും പ്രിയപ്പെട്ട ജോസഫ് സാറിനെയും ഇനി ശല്യം ചെയ്യാനില്ല എന്നുള്ള എൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. പലരും പറയുമോ ഇത്രയും വലിയ മഹാസ്ഥാനം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം UDF ചെയർമാൻ സ്ഥാനവും രാജിവെച്ച് മണ്ടത്തരമല്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മണ്ടത്തരമല്ല. UDF ജില്ലാ ചെയർമാനായി പാർട്ടി ജില്ലാ പ്രസിഡന്റായ ഒരു ബൊമ്മയെപ്പോലെ അവിടെ ഇരിക്കുന്നതിൽ എത്രയോ അന്തസ്സുണ്ട്. ഞാൻ രാജിവെച്ച് ഇറങ്ങി. നമുക്ക് സംസാരിക്കാൻ അവകാശമില്ലെങ്കിൽ, നമുക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ടോ അല്ല, നെഞ്ചും പിരിച്ചു എന്ന് വർത്തമാനം പറയാനുള്ള ആർജവത്തോടുകൂടി ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലത്. ഈ കുനിയിൽ നിന്ന് പലവരുടെയും മാട്ടും തുപ്പും കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള ബോധ്യത്തിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പുതിയ സംവിധാനത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ ഞങ്ങളുടെ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാവരുടെയും അകമഴി സഹായമുണ്ട്. കൂടുതൽ സഹായം. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ശൈശവ ദശയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പാർട്ടിയാണ്, ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതൊക്കെ പലരും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വാർത്ത വരാതിരിക്കാൻ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ ഒത്തിരി ശ്രമം നടക്കുന്നുണ്ട്. പത്രക്കാരുടെ ഇടയിലില്ല, അവിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഞാൻ പറഞ്ഞു, NDAയുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഈ നാടിൻ്റെ വികസനത്തിന് ഞങ്ങൾ നല്ല നിലയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകൾ നിങ്ങൾ തന്ന എല്ലാ വിധമായ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ജോസ് കെ മാണിയേക്കാൾ ഭീകരനാണോ മോൻസ് എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞത്, അതേ പറയാം. അത് ഒരു സിനിമ, മലയാള സിനിമ ഞാൻ കണ്ടതാണ്. അത് ഈ ബാലങ്ക എന്നായ ഒരു വില്ലൻ കഥാപാത്രമാണ്. TG രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. അപ്പോൾ ഏതോ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോയപ്പോൾ അത് മഴ വന്നപ്പോൾ ഓടിച്ചെന്ന് മഴ നനയാതെ കയറി ബാലങ്കേന്നാരെ വീട്ടിലായി പോയി. ബാലങ്കേന്നാർ ഇതിനെ പിടിപ്പിക്കാൻ തുടങ്ങി. ഈ പാവം പെങ്കൊച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി, പക്ഷേ ഓടിക്കരുത് TG രവിയുടെ വീട്ടിലായി പോയി. അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ബാലങ്കേന്നാരായ ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ TG രവിയുടെ വീട്ടിലായി കയറി പോയത്. അതാ പറ്റിപ്പോയി. അത്ര വ്യത്യാസമുള്ളൂ. ഈ ബാലങ്കേന്നാരെ കൂടി വന്നാല് ഈ നമ്മൾ ആ സിനിമയിൽ കാണാൻ അറിയല്ലോ, അത് ഓടിച്ചിട്ട് ഒരു ബഹളം. പക്ഷേ TG രവി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആളാണ് ഈ സിനിമയിൽ. അപ്പം പക്ഷെ ഞാൻ ആ ബലാത്സംഗത്തിന് ഇരയാകാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. അതാണ് സംഭവിച്ചത്.